രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് എനിക്ക് തന്ന വാക്യം, ദൈവത്തിൻ്റെ അനന്തയാഗം തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അവിടുന്നാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം തുടങ്ങിയത്. എന്നാൽ ഇതിലേക്ക് കടന്നു വരുവാൻ എൻ്റെ കുടുംബത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. ഞാൻ മല്ലപ്പള്ളി മോഡയിൽ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് കെ എ ഫിലിപ്പ് എന്നാണ് ഫിലിപ്പ് മോഡയിൽ നിന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ പിതാക്കന്മാരൊക്കെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും പല അച്ഛന്മാരും ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ ഒരു ഫസ്റ്റ് കസിനായിരുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ CSI മധ്യകേരള മഹാ ഇടവ ബിഷപ്പായിട്ട് കഴിഞ്ഞിരുന്നത്. ഞാൻ സ്നാനപ്പെട്ടു എന്ന് ഉള്ള വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ലെറ്റർ അയച്ചു. എങ്കിലും ഞാൻ ആ ലെറ്റർ പരിഗണിക്കാതെ 1990 മാർച്ച് 5-ാം തീയതി ഞങ്ങൾ 5 പേര് ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യയും ഞാനും മറ്റ് 3 പേരും ചേർന്ന് സ്നാനപ്പെട്ട് അത് അന്ന് മുതൽ ഇന്ന് വരെ ആ സ്ഥിതിയിൽ കഴിയുന്നു. പാസ്റ്റർ ടി.എ. ചെറിയാൻ അവറുകളാണ് ഞങ്ങളെ സ്നാനപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഒരു ഭംഗവും ഇതുവരെയും വരുത്തിയിട്ടില്ല. ഞങ്ങൾ കുടുംബമായി ഈ സ്ഥിതിയിലേക്ക് വരുന്നതിന് കാരണം ഞങ്ങൾ CSI ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട കുടുംബമായിരുന്നു. ഞങ്ങൾ 6 മക്കളായിരുന്നു. മൂത്ത സഹോദരി അവിവാഹിത. എൻ്റെ ഒരു ജ്യേഷ്ഠനെ എനിക്കുണ്ടായിരുന്നുള്ളൂ. വിവാഹിതനായി. പക്ഷെങ്കിൽ 2 പൈതങ്ങൾ ജനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ പൈതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് മുഖാന്തരം ജ്യേഷ്ഠന് തലമുറ ഇല്ലാതായി. വടക്കേണ്ടിയിൽ ഒരു ഗവൺമെൻറ് ജോലിയിലിരിക്കെ ഹാർട്ട് അറ്റാക്കായിട്ട് ജ്യേഷ്ഠൻ മരിക്കുകയും ജ്യേഷ്ഠൻ്റെ ഭാര്യ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് സൂപ്രണ്ടായി തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായത്. പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്ത് ഭവനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഏകയായി തീർന്നു. 2023 സിസ്റ്റർ ലോ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ തന്നെ അവസാനം വരികയും തുടരുകയും ചെയ്തു. എന്നാൽ എനിക്കും എൻ്റെ കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതം പല വിധത്തിൽ സന്തോഷരഹിതവും ഭാരമേറിയതും ബുദ്ധിമുട്ടേറിയതുമായിരുന്നു. സമീപത്ത് പല ബന്ധുക്കോസുകാരും സ്വന്തം എൻ്റെ ഭവനത്തോട് ചേർന്നൊരു ഭവനത്തിൽ TPM പ്രവർത്തകർ സഭയിൽപ്പെട്ടവർ വാടകയ്ക്ക് താമസിച്ച് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുകയും അവരോട് വാദപ്രതിവാദം നടത്തി പെന്തക്കോസിൽ പോകുന്നതിന് വിരുദ്ധമായിട്ട് നിന്നു. എന്നാൽ തുടർന്ന് ജീവിതത്തിന് സമാധാനമില്ല, സന്തോഷമില്ല, പല വിധത്തിൽ ക്ലേശങ്ങളാൽ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇതിനൊരു ആശ്വാസവും സമാധാനവും കിട്ടാനായി പല ചിന്തകൾ മനസ്സിൽ കൂടെ പോയി. ഞങ്ങളുടെ സമീപത്തുള്ള ഭവനങ്ങളിലെ പലരും ഞാൻ കൂടി വരുന്ന സഭയിൽ രക്ഷിക്കപ്പെട്ടു പോവുകയും അവർ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോഴും ഞങ്ങൾക്ക് ആ തീരുമാനമില്ല. ക്രമേണ പല വിഷയങ്ങൾ വന്ന് മല്ലപ്പള്ളി വെസ്റ്റ് IPC ശാലസഭയുടെ ഉദ്ഘാടനത്തിന് രാത്രിയിൽ ആണ് യോഗം നടന്നത്. അത് കേൾക്കാനായി അത് ഭാഗവക്കാരനും മറ്റ് സ്നേഹിതരുടെയും വേണ്ടപ്പെട്ടവരുടെയും കൂട്ടത്തിൽ പോയതാണ്. അതിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ നടത്താൻ വന്ന പാസ്റ്റർ TS എബ്രഹാം അവറുകളായിരുന്നു. അദ്ദേഹം എടുത്ത വാക്യമാണിത്: തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കില്ല. അവിടെ വെച്ച് അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിന് മാറ്റമുണ്ടാകുകയും അങ്ങനെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് നീങ്ങാനും ഇടയായി.
എന്നാൽ എനിക്ക് ബുദ്ധിമുട്ടേറിയ ഒരു വലിയ വിഷയമുണ്ടായിരുന്നു. എൻ്റെ കാര്യം ഞാൻ ചികിത്സയിൽ ഇരുന്നപ്പോൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരച്ഛൻ തന്നെയാണ് എൻ്റെ വിവാഹം നടത്തിയത്. അന്ന് കെട്ടിയ മിന്ന് മാറ്റിയിട്ട് ഒരു സ്നാനം നടത്തുന്നതിൽ ബുദ്ധിമുട്ടേറി. അവസാനം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. സ്നാനപ്പെടുത്തിയ പാസ്റ്ററോട് ചോദിച്ചു, മിന്ന് ഒരു ചരടെ കോർത്ത് ഇടാൻ അനുവദിക്കുമോ എന്ന്. അതും പറ്റുകയില്ലെന്ന് പറഞ്ഞു. അവസാനം ഒരിക്കൽ എൻ്റെ സമീപത്തുള്ളവർ ഭവനത്തിൽ കടന്നു വന്ന് സ്നാനപ്പെട്ടവരാണ്. പല വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇത് ആദ്യത്തെ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞു. ആയിട്ടുള്ള ആൾക്കാരാണ് വന്നത്. അവർ വന്നിരുന്നപ്പോൾ എൻ്റെ ഭാര്യ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ ഒരു വിഷയമാണുള്ളത്. ഈ മിന്ന് കളഞ്ഞിട്ട്, അപ്പോൾ മിന്നുമാലയിലാണ് മിന്ന് കിടന്നത്, ഈ മിതി കളഞ്ഞിട്ടുള്ള സ്നാനമാണ് പ്രശ്നം. അല്ലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ ഉടനെ സ്നാനപ്പെട്ടേനെ എന്ന് പറഞ്ഞ് മിന്നുമാല വട്ടത്തിൽ കറക്കി നോക്കിയപ്പോൾ ആ മാലയിൽ ആ മിന്നില്ല. എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ എൻ്റെ കൊച്ചിൻ്റെ ചെറിയ സ്വർണ്ണ ഉരുപ്പടികൾ, അരഞ്ഞാണത്തിൻ്റെ കൂമ്പ്, ഭാര്യയുടെ ഞാത്ത്, കാതിപ്പൂവിൻ്റെ പല ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു. ഒന്നും നഷ്ടപ്പെടാതെ, കാണാതെ പോയിട്ട് ഒന്നും നഷ്ടപ്പെടാതെ തിരിച്ച് ലഭിച്ചിട്ടുണ്ട്. ഇത് മാത്രം പോയതെന്ന എവിടെ പോയി ഒന്നും അറിയത്തില്ല. അതിനെ തുടർന്ന് ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ ഒരു തീരുമാനം ആ സന്നിധിയിൽ എടുക്കുകയായിരുന്നു. പിറ്റേ ദിവസം ചെന്ന് പിറ്റേ ഞായറാഴ്ച ഞാൻ കൂടി വന്ന CSI പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞു, എൻ്റെ കുടിശ്ശികയെല്ലാം തീർത്തു, ഞാൻ പെന്തക്കോസ്തി പോവാണ്, സ്നാനപ്പെട്ടു. എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അതെന്താന്ന്, വേദപുസ്തകത്തിനകത്ത് കുഞ്ഞുങ്ങളെ മാമോദീസ നടത്താൻ ഏതെവിടെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ കാണിച്ചു തരാമെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ഇതിന് പകരമാണ് CSI സ്ഥിരീകരണം നടത്തുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിളിൽ ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ മതി, ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞു. അച്ഛൻ തന്ന മറുപടി, നിങ്ങൾ പോയി നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നാ കാണിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് വിട്ടു. അങ്ങനെ വന്ന് പെന്തക്കോസ്തി ചർച്ച വന്ന് ദേവദാസനോട് പറഞ്ഞ് സ്നാനത്തെക്കുറിച്ച് തീരുമാനിക്കുകയും ഞാനും എൻ്റെ ഭാര്യയും വേറെ 3 പേരും ചേർന്ന് അനുഗ്രഹപ്രദമായ രീതിയിൽ ഒരു സൺഡേ 1990 മാർച്ച് 5-ാം തീയതി സൺഡേ ഞങ്ങളുടെ ചർച്ചും സ്നാനക്കുളവും മണിമലയാറ്റിൽ പോയാണ്, നടന്നു പോയി ഡ്രമ്മടിച്ച് പാട്ടുപാടിയാണ് ഞങ്ങൾ സ്നാനത്തിന് പോയത്. അങ്ങനെ പോയി അവിടുന്ന് ഏതാണ്ട് 2 കിലോമീറ്ററിന് മേലെ ഉള്ള ദൂരമുണ്ട്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച എൻ്റെ CSI പള്ളിയിലെ ആ സൺഡേ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് ഞാൻ കടന്നു പോയത്. ഞാൻ CSI പള്ളിയിൽ സൺഡേ സ്കൂളിൽ പഠിക്കുകയും അവിടുത്തെ അധ്യാപകനും സൂപ്രണ്ടുമായി ഇരിക്കുമ്പോഴാണ് അത് വിട്ടിട്ട് പെന്തക്കോസ്തിലേക്ക് വന്നത്. വിശ്വാസ സ്നാനം ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വന്നതിന് ശേഷം ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. രോഗസൗഖ്യം, മരണത്തോട് മല്ലിട്ടു. ഒരു രാത്രി എൻ്റെ മുഖത്ത് ഒരു പല്ലിൻ്റെ വേദനയാൽ മുഖം മുഴുവൻ നീര് വെച്ച് ശനിയാഴ്ച രാത്രി ആയതുകൊണ്ട് എടുക്കാൻ പറ്റാതെ വന്നു. പിറ്റേ ദിവസം സൺഡേ, പിന്നെ തിങ്കളാഴ്ച സാധിക്കുമെന്ന് വാങ്ങി. അത് വേണമെന്ന് ടെറ്റനസായി, മുഖത്തിൻ്റെ ഷേപ്പ് മാറി, തലയുടെ ഷേപ്പ് മാറി, മുഴുവൻ നീര് പിടിച്ചു. എൻ്റെ സഭയിലെ വിശ്വാസികളും
പാസ്റ്റർമാർ വന്ന് രാവിലെ പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. വേണ്ടാന്ന് പറഞ്ഞു. ഒന്നുകിൽ ഞാൻ മരിക്കും, അന്ന് ഞാൻ ദൈവസേന, ഇല്ല എൻ്റെ കർത്താവ് വിടും. പക്ഷേ അന്നെൻ്റെ അവിവാഹിതയായ ഒരു മൂത്ത സഹോദരി ഭവനത്തിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ സഹോദരിയെ വിളിച്ചതിന് ശേഷമേ കർത്താവെ എന്നെ വിളിക്കാവുള്ളെന്ന്. വന്ന ദൈവദാസന്മാരോടും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ എൻ്റെ കർത്താവ് ചെയ്യുകയുള്ളെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. എൻ്റെ സഹോദരി 2-3 വർഷം കഴിഞ്ഞ് മരിച്ചു. എങ്കിലും ഇന്ന് വരെയും ഞാൻ ജീവിച്ചിരിക്കുന്നു. വളരെ രോഗസൗഖ്യം. ആദ്യത്തെ രോഗസൗഖ്യം എൻ്റെ കാലിൻ്റെ പൊത്തയ്ക്ക് ചൊറിഞ്ഞു പൊട്ടി വല്ലാത്തൊരവസ്ഥയായി. സ്നാനപ്പെട്ടതിന് ശേഷം നടന്ന സംഭവം. എൻ്റെ ശുശ്രൂഷകൻ പാസ്റ്റർ ടി.എ. ചെറിയാൻ എൻ്റെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ കാലിൻ്റെ ഇത് കണ്ട് എന്നോട് ഞാൻ ഒരു വാക്ക് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യമാക്കുമെന്നല്ലേ പറഞ്ഞ്, അങ്ങനെയെങ്കിൽ എൻ്റെ കാലിലേതും എന്ന് പറഞ്ഞു സംഭവിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ പാസ്റ്റർ ടി.എ. ചെറിയാൻ അവറുകൾ എൻ്റെ കാലിൻ്റെ പൊത്തയ്ക്ക് കൈവച്ച് തുണിയിടാമെന്ന് പറഞ്ഞു. ഒന്നും ഇടാതെ തൊട്ട് അപ്പോൾ കാലേക്കൂടെ ചെറുതായിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുക. പല കുരുക്കളുണ്ട്. പ്രാർത്ഥിച്ചു. ഏതാണ്ട് 11 മണിയായി. ഏതാണ്ട് 10-11 മണിയായപ്പോഴാണ് പ്രാർത്ഥിച്ചത്. പാസ്റ്റർ വീട്ടിൽ ചെന്നു. ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണവും കഴിഞ്ഞ് ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സ്വത്രം എൻ്റെ കാലിൽ അങ്ങനൊരു സംഭവമില്ല. പൂർണ്ണ സൗഖ്യം. ഇത് കുരുക്കൾ വന്ന് പുറത്ത് എങ്ങനെ ഇരിക്കും, ഉണങ്ങി, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പിറ്റേ ദിവസം കൊണ്ട് വളരെ ഒരു വിഷയമില്ലാതെ. ആ വിശ്വാസമാണ് ഇന്ന് വരെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖത്ത് നീര് വന്നിട്ടും ഞാൻ ആ വിശ്വാസം പിടിച്ചു നിന്നു. പല പ്രയാസങ്ങളുണ്ടായി. ഒരിക്കൽ ബൈക്കിൽ നിന്ന് വീണു. എനിക്കൊന്നും സംഭവിച്ചില്ല. ഓടിപ്പോയി എൻ്റെ മകൻ്റെ ബൈക്കിൽ നിന്ന് മലന്നടിച്ച് പുറകോട്ട് വീണു. കാലിൻ്റെ എനിക്ക് ഇച്ചിരി തൊലി പോയതല്ലാതെ അതിനും ഒന്നും ചെയ്തില്ല. വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. മല്ലപ്പള്ളി ജംഗ്ഷനിൽ വെച്ച് ഒരു ബൈക്ക് വന്ന് ഇടിച്ച് എന്നെ തെറിപ്പിച്ചു. എനിക്കൊന്നും സംഭവിച്ചില്ല. ബൈക്ക് വന്ന ആളിൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വന്നു. ബൈക്ക് ഒരിടത്ത്, ഞാനൊരിടത്ത്, അദ്ദേഹം ബൈക്ക് ഓടിച്ച ആളൊരിടത്ത്. തമ്മിൽ 15 അടിയുടെ അകലമുണ്ട് തമ്മിൽ. ദൈവത്തിൽ ഞാൻ എഴുന്നേറ്റപ്പോൾ ടാറും പുറത്തായതുകൊണ്ട് ഒരു മണ്ണിന് പൊടി പോലും പറ്റി. ടി വിക്കാർ അപകടം ഉണ്ടായെന്ന് കേട്ടോണ്ട് ഓടി വന്നു. അന്ന് എന്നോട് ചോദിച്ചു, അപ്പച്ച ഇവിടെ ആരെയാ ബൈക്ക് ഇടിച്ചതെന്ന്. ഞാൻ പറഞ്ഞു എന്നെയാന്ന്. അപ്പച്ചൻ എന്നാ പറിച്ചു, ഒരു കുഴപ്പമില്ല. അയാൾ തിരിച്ചു പോയിട്ട് പറഞ്ഞു, അപ്പച്ചനാണ്ട് വയറുപോലെ നിൽക്കുന്നത്. എന്നോട് ചോദിച്ചു ആശുപത്രി പോകണോ, എവിടെയെങ്കിലും കൊണ്ടുപോകണോ, ചെക്ക് ചെയ്യണം. വേണ്ടാന്ന് പറഞ്ഞു. എനിക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് ഞാൻ സ്തോത്രം ചെയ്തു. ബൈക്കുകാരൻ പറഞ്ഞു ആശുപത്രി കൂടെ പിന്നെ സാധിക്കില്ല. നാട്ടുകാർ മുഴുവൻ വട്ടത്തിൽ വന്നു. എന്നെ കണ്ട ആ ബേക്കറിയിൽ മാനേജർ പറഞ്ഞു അതിശയിച്ചു പോയെന്ന് പറഞ്ഞു. അച്ചായന് വല്ലതും സംഭവിച്ച് കാണുമെന്നാ ഓർത്ത് എന്നെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുകയായിരുന്നു. എനിക്കൊന്നും എൻ്റെ കർത്താവ് വരുത്തിയില്ല. എൻ്റെ മുഖത്ത് നീര് വന്ന് കിടന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അന്ന് രാത്രി വെളുപ്പിക്കുകയായിരുന്നു. എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലും പ്രയാസമായ സഭക്കാർ മുഴുവൻ എല്ലാവരും പോയി പ്രാർത്ഥിച്ചു. അവർക്ക് പേടി, എനിക്ക് വല്ലതും സംഭവിച്ചാൽ വീട്ടുകാരിട്ടേക്കുകയില്ല, വിശ്വാസത്തിൻ്റെ പുറത്ത് വെച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ചുറ്റുപാടും എന്നെ പല പ്രാവശ്യം പലരും ഉപദേശിച്ചു ആശുപത്രി കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഏതായാലും ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊന്നും അന്ന് സംഭവിച്ചില്ല. മനുഷ്യരെല്ലാവരും പറഞ്ഞു അന്ന് രക്ഷപ്പെട്ടത് കണ്ടു കഴിഞ്ഞ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണെന്ന് പറഞ്ഞു. പല അത്ഭുതങ്ങളും എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. വളരെ നാളുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ഭാര്യയുടെ യൂട്രസിൻ്റെ കംപ്ലൈൻറ്റ് വന്നു.
അവളുടെ ജ്യേഷ്ഠത്തി മണർകാട് ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാണ്. ചെന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് കുഞ്ഞാപ്പിച്ചാനെ കൊണ്ട് പ്രാർത്ഥിച്ചു, കൊണ്ടുപോയി. അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. അതെൻ്റെ ഭാര്യയ്ക്കുണ്ടായ അത്ഭുതം ഇവിടുന്ന്. ഇന്ന് വരെ യൂട്രസ് ഓപ്പറേഷൻ ചെയ്ത് ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നുള്ള അവയവങ്ങളെല്ലാം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. സ്തോത്രം. അന്ന് മുതൽ 35 വർഷമായി വർഷത്തുള്ള ഒരു അത്ഭുതമെങ്കിലും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം. ഭൗതികമായിട്ടും ഹൃദയത്തിൽ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ കർത്താവ് എനിക്ക് ലഭിക്കുമോ, അതിനുള്ള സംഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ദൈവഹിതമാണെങ്കിൽ അതെനിക്ക് സാധിച്ചു തരും. അതാണ് എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയ അനുഭവങ്ങൾ. അത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും. പ്രത്യാശയേറിടുന്നേ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ, പ്രത്യാശയേറിടുന്നേ കൂടാരമാം ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമൻ നാഥനൊരുക്കിടുന്നു. മുത്തുമണികളെ നിർമ്മിതമാപുരത്തിൽ കർത്തനോടൊത്തുമോതാൽ വാസം ചെയ്യുന്നതോട്ടാൽ. മുത്തുമണികളെ നിർമ്മിതമാപുരത്തിൽ കർത്തനോടൊത്തുമോതാൽ വാസം ചെയ്യുന്നതോട്ടാൽ. പ്രത്യാശയേറിടുന്നേ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ, പ്രത്യാശയേറിടുന്നേ. സ്തോത്രം. എനിക്ക് ഇപ്പോൾ 85 വയസ്സ് തികയാൻ പോവുകയാണ്. 2-3 മാസം കൂടെ കഴിയുമ്പോൾ. ഞാനിപ്പോഴും ഇവിടുന്ന് 1.5 കിലോമീറ്റർ അകലത്തിലുള്ള ഒരു ചർച്ചിലാണ് മല്ലപ്പള്ളി വെസ്റ്റ് ശാലിയൻ സഭ, നെടുങ്ങാടപ്പള്ളിക്ക് സമീപം. ആ സഭയിൽ പോയാണ് ആരാധനയ്ക്ക് ഭാഗമാകുന്നത്. അത് സഭയിൽ വെച്ചായാലും ഭവനങ്ങളിൽ വെച്ചായാലും ഉള്ള എല്ലാ കൂടിവരവുകളിലും ദൈവത്തിൻ്റെ കൃപയാൽ നടന്നു പോകേണ്ടി വന്നാൽ നടന്നു പോകും. വാഹനം കിട്ടിയാൽ വാഹനത്തെ പോകും. വാഹനം വേണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ കൃപയാൽ 2 കിലോമീറ്റർ നടക്കാൻ ഇന്നും എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ആരാധന മുടക്കുന്നതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഒരു ആരാധന പോലും വിശ്വാസികളായ നാം മുടക്കരുത്. എൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഒരു ഓർമ്മ പ്രാർത്ഥനയ്ക്കോ പിള്ളേരുടെ മാമോദീസായിക്കോ ഇങ്ങനെ ആരാധന വിട്ട് യാതൊരു പരിപാടികൾക്കും ഞങ്ങൾ പോകാറില്ല. അത് സ്വന്തമായാലും എൻ്റെ പെങ്ങളുടെ മക്കളുടേതിന് പോലും ഞങ്ങൾ പോയിട്ടില്ല. ആരുടേതിനും സൺഡേയിലെ ആരാധന വിട്ട് വേറൊരു പരിപാടിക്ക് മരണത്തിനോ രോഗികളെ കാണാൻ അത്യാവശ്യമുണ്ട്. അതല്ലാതെ മറ്റ് യാതൊരു പരിപാടിക്കും ഇന്നു വരെ പോയിട്ടില്ല, മേലോട്ട് പോയില്ല. പിന്നെ എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്, കർത്താവ് പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം നീങ്ങിപ്പോയി. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർ അപ്പോൾ പഴയതെന്തൊക്കെ നമ്മളിലുണ്ടോ അതെല്ലാം മാറ്റണം. പത്രോസ് വല വെച്ചതുപോലെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കരുത്. അത് നമ്മുടെ ഒരു ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആരും സ്വർഗരാജ്യത്തിന് അവകാശികളാകുകയില്ല. ഈ വചനങ്ങൾ നമ്മുടെ ചിന്തയെ ഭരിച്ചുകൊണ്ടിരിക്കണം. രക്ഷിക്കപ്പെട്ട ഒരാൾ, മാനസാന്തരപ്പെട്ട ഒരാൾ, സ്നാനപ്പെട്ട ഒരാൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് മൂന്നും നമ്മളിൽ നിന്ന് വിട്ടുകളയണം. ജഡാഭിലാഷം ആത്മാവിനും അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്.
ആദ്യ മനുഷ്യനായ ആദാമിനും ഹൗവായ്ക്കും ഉണ്ടായത് ഈ ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും. സാത്താൻ വന്ന് പറഞ്ഞത്, നീ ഇത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലാകും. ഹൗവായുടെ കാഴ്ചപ്പാടിൽ കാണാൻ നല്ലതും തിന്നാൻ മാധുര്യവും. അപ്പം കൺമോഹവുമായി, ജഡമോഹവുമായി, പ്രതാപവുമായി. ദൈവത്തെ പോലായാൽ അതിൽ കൂടുതൽ എന്തു വേണം? കണ്ടപ്പം നല്ലതാണ്, അപ്പം കാണാൻ നല്ലതെന്നും സമ്മതിച്ചു സാത്താൻ്റെ വാക്ക്. ഭക്ഷിക്കാൻ നല്ലതെന്ന് പറഞ്ഞു, ഭക്ഷിച്ചപ്പം നല്ലത് തോന്നി, ഭർത്താവിനും കൊണ്ട കൊടുത്തു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് മൂന്നും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നാം അത് ഉപേക്ഷിക്കണമെന്ന് കർത്താവ്. എല്ലാവരും രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിച്ച് ദൈവസേനയിൽ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി ചെയ്യുക. അതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത്, നമ്മളെ വഴി നടത്തുന്നത്. ആയതുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഇനിയും വളരെ എൻ്റെ ജീവിതത്തിലുണ്ട് പറയുവാൻ. സമയക്കുറവുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് ദൈവം അനുവദിച്ചാൽ ദൈവസന്നിധിയിൽ അവിടെ എത്തി കാണണം. അവിടെ വെച്ച് സാക്ഷ്യം പറയാൻ സാഹചര്യം കിട്ടിയാൽ ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞ് നിങ്ങളെയും അവിടെ വെച്ച് കാണുവാൻ കർത്താവ് എന്നെ ഒരുക്കുന്നുവെങ്കിൽ ഒരുക്കട്ടെ. എല്ലാ ദൈവമക്കളോടും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.